നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ടും നിഫ്റ്റിയുടെ ഡേറ്റയും നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 24,100-നടുത്ത് ഓപ്പൺ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ഇന്ത്യൻ കമ്പനികൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ ADR കമ്പനികളുടെ പെർഫോമൻസ് മികച്ചതാണ്. അതിൽ തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ഇന്ത്യൻ IT ADR കമ്പനികളിൽ ഇൻഫോസിസ് 5%-നടുത്ത് ഉയർന്നിരുന്നു. അതുകൊണ്ട് ഇന്ന് IT സെക്ടർ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ സെമി കണ്ടക്ടർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ പ്രകടമായെങ്കിലും IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. IBMൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം IBM എന്ന സ്റ്റോക്കിൽ വന്ന സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ ദിവസത്തോടുകൂടി IBMൽ ഒരു ഷോർട്ട് കവറിങ്ങിന് വഴിതെളിക്കുകയും അസഞ്ചർ, IBM തുടങ്ങിയ സ്റ്റോക്കുകൾ ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമായിട്ട് കൂടിയും വിപ്രോയുടെ ADRും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. വിപ്രോയുടെ നെറ്റ് പ്രോഫിറ്റ് 4.7% ഇടിയുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 17%-ൽ നിന്നും 16%-ലേക്ക് കുറയുകയും ചെയ്തിട്ടും വിപ്രോയുടെ ADR പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിക്ക് ലഭിക്കുന്ന ലാർജ് ഡീൽ ബുക്കിങ്ങിലുണ്ടായ വർധനവാണ്. ലാർജ് ഡീൽ ബുക്കിംഗ് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും 12.9% വർദ്ധിച്ച് $1.63 ബില്യൺ എത്തി. അതുകൊണ്ട് ഇൻഫോസിസ്, വിപ്ര ഉൾപ്പെടെയുള്ള IT സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ഇൻപുട്ട് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസവും അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷർ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം. തൈവാൻ്റെ സെമി കണ്ടക്ടർ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ കമ്പനി കാപെക്സ് സ്പെൻഡിംഗ് വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ സെമി കണ്ടക്ടറുകളുടെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിച്ചേക്കും എന്നുള്ളൊരു അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലെയും കൊറിയൻ മാർക്കറ്റിലെയും സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. SK ഹൈനിക്സ് 13%-ലേറെ ഇടിഞ്ഞപ്പോൾ മാക്രോൺ, AMD തുടങ്ങിയ സ്റ്റോക്കുകൾ 5%-വും NVIDIA 2.5%-വും എൻ്റയർ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 2.57%-വും ഇടിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാസ്ഡാക്ക് കഴിഞ്ഞ ദിവസം 1.5% ഇടിയുകയും അമേരിക്കയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് 7% ഉയർന്ന് 17-നടുത്തേക്ക് എത്തുകയും ചെയ്തു. ഇതൊക്കെ ഗ്ലോബൽ മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും വോളറ്റൈലായിരിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അമേരിക്കൻ ഇറാൻ സംഘർഷവും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തുടർച്ചയായ 5ാമത്തെ ദിവസവും അമേരിക്ക ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതുവരെ ആക്രമണം തുടരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം US ഇറാൻ്റെ പവർ പ്ലാന്റുകൾ ആരംഭിച്ചാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പോലുള്ള ബാബ് എൽ മന്ദേബ് എന്ന കടലിടുക്കും ഇറാൻ അടയ്ക്കും എന്നുള്ള ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസും ബാബ് എൽ മന്ദേബും ഒരേ സമയം തടസ്സപ്പെടുകയാണെങ്കിൽ അത് ക്രൂഡിൻ്റെ വിതരണത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോഴും ആശങ്കാപരമായ ന്യൂസുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതേസമയം നയതന്ത്രപരമായി ഒരു അമേരിക്കൻ പൗരനെ ഇറാൻ മോചിപ്പിച്ചത് മാർക്കറ്റിനൊരു പോസിറ്റീവ് ഹോപ്പും നൽകുന്നുണ്ട്. ക്രൂഡിൻ്റെ വില $79 പെർ ബാരലിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള സംഭവ വികാസങ്ങളൊന്നും ക്രൂഡിൻ്റെ വിലയെ ബാധിക്കാത്തത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ വോളറ്റൈലായിരിക്കും എന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം അല്ലെങ്കിൽ മൺസൂൺ സമ്മേളനം മൂലമാണ്. MSME ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നികുതി ഇളവുകൾ, FC പരിഷ്കാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പല ബില്ലുകളും തിങ്കളാഴ്ച മുതൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു തുടങ്ങും. ഇതിനു മുന്നോടിയായി മാർക്കറ്റിൽ ലോങ് പൊസിഷൻ എടുത്തിരിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിങ്ങോ ഫ്രഷ് പൊസിഷനോ എടുക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ സാഹചര്യത്തിലും മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ ഷോർട്ട് കവറിങ്ങോ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി കഴിഞ്ഞ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറിയിരുന്നു. 4,200 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,000 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി മാർക്കറ്റിൻ്റെ കഴിഞ്ഞ ദിവസത്തെ നെറ്റ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ 1,200 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത്.
ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നും 24,200, 24,250 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചേക്കും. കഴിഞ്ഞ ദിവസവും 24,200 അടുത്ത് വരെ മാർക്കറ്റ് ഉയർന്നെങ്കിലും പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷർ പ്രകടമാവുകയും നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയും ചെയ്തു. ഇത് ഹയർ സൈഡിൽ മാർക്കറ്റിൽ വരാനിരിക്കുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കാണിക്കുന്നുണ്ട്. അതേസമയം 24,050, 24,000 തുടങ്ങിയ ലെവലുകൾ സ്ട്രോങ് സപ്പോർട്ടായും പ്രവർത്തിച്ചേക്കും.